എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണ എനിക്ക് ലീവ് കിട്ടുന്ന ദിവസങ്ങളിൽ ഞാൻ ഒരു ദിവസം കുറച്ചു നേരം ഒരു 1 hour നമ്മുടെ ഒരു ഹെയർ കെയറിന് വേണ്ടി മാറ്റി വെക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഒരു ഹെയർ കെയർ റുട്ടീൻ പ്ലസ് അതിന്റെ കൂടുതൽ ഞാൻ യൂസ് ചെയ്ത കുറച്ച് ഹെയർ കെയർ പ്രൊഡക്ട്സും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിൽ ഞാൻ 2-3 എടുത്ത് പറയാം, കാരണം അത് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഒരു ഹെയർ ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറെയൊക്കെ മുന്നേ നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. നമുക്കൊരു ഹെയർ ഫോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചതെന്ന് മനസ്സിലായ കാര്യം, നമ്മൾ റെഗുലർ ആയിട്ടൊരു ഹെയർ വാഷിംഗ് റുട്ടീൻ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അധികം ഹെയർ ലോസ് ഉണ്ടാകത്തില്ല. നമ്മൾ ഈ മുടി ഇങ്ങനെ കഴുകാണ്ട് 3-4 ദിവസമൊക്കെ നിൽക്കുന്ന ടൈമിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഹെയർ ഫോൾ ഉണ്ടാകുന്നത്. നമ്മുടെ സ്കാൽപ്പ് അൺഹെൽത്തി ആയി നമുക്ക് ഡസ്റ്റ് തലയിലാകാം, അതുപോലെ തന്നെ നമ്മുടെ സ്വെറ്റ്, അങ്ങനെ എല്ലാം കൂടി ആയിട്ട് നമ്മുടെ സ്കാൽപ്പ് അൺഹെൽത്തി ആകുന്ന ടൈമിലാണ് നമുക്ക് ഇത്രയും അധികം ഹെയർ ഫോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും ഹെൽത്തി ആയിട്ട് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അപ്പൊ എന്റെ ഒരു ഹെയർ കെയർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇടയിൽ അത്രമാത്രം വൈറലായിട്ടുണ്ടായ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആൽപ്സിന്റെ റോസ്മേരി വാട്ടർ ആട്ടോ. അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ പ്രാവുകൾക്ക് ഭയങ്കര ഡിങ്കിഡോൾഫിയ, ഭയങ്കര സൗണ്ട് ആയിരിക്കും കേട്ടോ ആ സമയത്ത്. അപ്പൊ നിങ്ങളൊന്നും മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, ഒന്നും മൈക്കില്ലാത്തത് കൊണ്ടും കൂടെയാണ്. അപ്പൊ ഇതിപ്പോ യൂസ് ചെയ്ത് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം കഴിയാനായിട്ടുണ്ട്. ഇത് ഞാൻ ആഴ്ചയിൽ 1 ഇപ്പൊ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾ എന്റെ മുടി കാണുമ്പോൾ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ട് സിൽക്കി ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അതെങ്ങനെയാണൊക്കെ ഉള്ളതും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാവേ. അപ്പം ഇത് ഞാനിപ്പം നമ്മൾ അതിന് മുന്നേ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വീക്ക്ലി ട്വൈസ് ആയിരുന്നു. ഇപ്പൊ ഞാൻ വീക്ക്ലി വൺസ് ആക്കി. ദെൻ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആർട്സ് ഗുഡ്നെസിന്റെ എസെൻഷ്യൽ ഓയിലാട്ടോ. ഇത് ഞാൻ എങ്ങനെയോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒലിവ് ഓയിലിൽ മിക്സ് ചെയ്തിട്ടാണ് സ്കാൽപ്പില് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതും ആഴ്ചയിൽ 1 ആക്കി, അതായത് നമ്മുടെ റോസ്മേരി വാട്ടർ വീക്ക്ലി വൺസും ഇതും വീക്ക്ലി വൺസ്. അപ്പം ഒരു ആഴ്ച 2 തവണ നമ്മൾ റോസ്മേരി എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്രോപ്പർ വീഡിയോ ഞാൻ എസെൻഷ്യൽ ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ട് മാത്രം ആദ്യമായിട്ട് എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ യൂസ് ചെയ്യുക, അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ച് തന്നെ യൂസ് ചെയ്യും. ഇതൊരു അമേസിംഗ് റിസൾട്ട് ഉള്ള ഒരു ഹെയർ സിറം ആട്ടോ. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. നിങ്ങൾ കുളിച്ചതിന് ശേഷം സ്കാൽപ്പിൽ ഒരു 2 to 3 ഡ്രോപ്സ് നല്ലോണം തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അടിപൊളിയാണ്, അത്ര നല്ല റിസൾട്ട് ഉള്ള കേട്ടോ. നല്ലോണം ഹെയർ ഫോൾ കുറയും. ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ബയോട്ടിനും ഫെനിഗ്രീക്കും രെഡൻസിലും ആണ്. അപ്പൊ ഈ ഫെനിഗ്രീക്ക് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് സ്കാൽപ്പ് ഇറിറ്റേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ചില്ലുകുപ്പിയാണ്, അതുകൊണ്ട് താഴത്ത് വീണ പൊട്ടി 30 ml ആണ് ഇതിന് വരുന്നത്. ഇതിന്റെ റേറ്റ് 400 സംതിങ് ഉണ്ട്. എനിക്കിതൊരു ഓഫറിൽ 200 സംതിങ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രൊഡക്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും, അതുപോലെ നമ്മുടെ ലിങ്ക് ട്രീയിലും ഉണ്ടാവും കേട്ടോ. ഇതാട്ടോ എന്റെ ഷാമ്പൂ, 1 ലിറ്ററിന്റെ ഒരു ഷാമ്പൂ ആണിത്. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ലോണം തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റുമേ. ഇത് കെരാറ്റിൻ കണ്ടന്റ് വന്നിട്ടുള്ളതാണ്. കെരാറ്റിൻ സ്മൂത്ത് ആൻഡ് അർഗൻ ഓയിൽ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ കൂട്ടത്തില് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിന്റെ തന്നെ ഒരു കണ്ടീഷണർ, ഇതും കെരാറ്റിൻ സ്മൂത്ത് തന്നെയാണ്. ദെൻ ഒരു ഹെയർ മാസ്ക് കേട്ടോ. കണ്ടീഷണർ ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്, പക്ഷെ ഷാമ്പു ഇനിയും ഒരു 1/2 ബോട്ടിൽ ബാക്കിയുണ്ട്. മാസ്കും 1/2 ബോട്ടിലോളം, 1/2 ലിറ്റർ 3/4 പോർഷനോളം ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഷാമ്പു ആൻഡ് മാസ്ക് ഉപയോഗിക്കുമ്പോഴാണ് ഇത്ര സിൽക്കി ആയിട്ടുള്ള ഒരു ഹെയർ കിട്ടണത്. അപ്പൊ നല്ലോണം തന്നെ ഇത് ലാസ്റ്റ് ചെയ്യും. ഏകദേശം ഒരു 2 to 3 ഡേയ്സ് അതിന് മോളിൽ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ്. അടുത്തെന്ന് പറയുന്നത് ഇത് പെപ്പർമിന്റ് എസെൻഷ്യൽ ഓയിൽ ആണ്. നമ്മൾ ഇത്രയും നേരം കണ്ടതല്ല ആൽപ്സ് ഗുഡ്നെസിന്റെ പ്രൊഡക്റ്റുകളാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഗുഡ് വൈബ്സിന്റെ ആണ് പെപ്പർമിന്റ് എസെൻഷ്യൽ ഓയിൽ. ഇതിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. 199 ആട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂ ഇല്ലേ, ആ ഷാമ്പൂയിലേക്ക് ഇതൊരു 2 to 3 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പ് വാഷ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ നോർമലി വാഷ് ചെയ്ത് പോവാട്ടോ ചെയ്യാറ്. ഇനി നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ കാണാം കേട്ടോ. അപ്പം ഇതിപ്പോ മേടിച്ചിട്ട് ഒരു 6-7 മാസത്തിന് മുകളിൽ എന്തായാലും 1 വീക്കോളം തന്നെ ഇതിന്റെ ആ ഒരു കണ്ടില്ല, ആ ഒരു സ്മൂത്ത്നെസ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ. ഈ ഒരു ഷാമ്പൂ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ബെസ്റ്റ് ആൻഡ് ഒരു പർച്ചേസ് ആണെന്ന് ഞാൻ പറയും. കാരണം 1700 കൊടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. പക്ഷെ ഒരു 6-7 മാസത്തോളം നമ്മൾ ഈ ഒരു ചെറിയ ചെറിയ ബോട്ടിലുകൾ മേടിക്കുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്റർ ആണ് ഒരു 1 ലിറ്റർ ഉള്ള ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ മേടിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ മാസ്ക് സ്കാൽപ്പിലും കണ്ടീഷണർ ബാക്കി മുടിയിലാണ് യൂസ് ചെയ്യാറ്. കാരണം ഇല്ലെങ്കിൽ എനിക്ക് അത് മുതലാവത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്. ഇനി എന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ സിറം കൂടെ കാണിച്ചു തരാം. ആ ഒരു ഹെയർ സിറവും മുടി ഇത്ര നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്.
ഈ ഒരു 2 ഹെയർ സിറം കേട്ടോ അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ ഒരു കോമ്പോയിന്റ് കൊടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു 50 ml ബോട്ടില്. ഇതെന്ന് വെച്ചാൽ കുറച്ച് മുടി കുറച്ച് അധികം തന്നെ മുടി നല്ലോണം ഒരു മോയ്സ്ചർ ആക്കി വെക്കും. അപ്പൊ നമുക്ക് ചില ആൾക്കാർക്ക് ഈ മുടി ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് ഇത് അത്രമാത്രം പെർഫെക്റ്റ് ആണ് ഞാൻ പറയത്തില്ല. കാരണം എനിക്ക് ചില സമയം ഈ മുടി ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ മുടി നല്ലോണം തന്നെ നമുക്ക് അത്രയും എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷാമ്പൂ ഡെഫിനറ്റ് ആയിട്ട് തന്നെ മേടിക്കാവുന്ന കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിവോണിന്റെ ഒരു ഹെയർ സിറം ആണ്. ഇതാട്ടോ ഞാൻ ഇപ്പം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹെയർ സിറം. ഞാൻ ഈ പ്രാവശ്യം ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് തലയിൽ ഹെയർ സിറം യൂസ് ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇതിങ്ങനെ മാറി ഓരോതിലോട്ട് മാറി എഗെയിൻ നമ്മൾ തിരിച്ച് ഇതിലോട്ട് തന്നെ വന്നു. ഇതൊരു നല്ല ഹെയർ സിറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു ഹെയർ സിറും. ഇത് നമുക്ക് കുറച്ചുകൂടെ റഫ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ സിറാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഈ ഒരു പർപ്പിൾ കളർ വേരിയന്റ് കേട്ടോ. പിന്നെ ഇതിന്റെ റെഡോ അങ്ങനെ എന്തോ കളേഴ്സ് ഉണ്ട്. എനിക്ക് അതിനെക്കാട്ടി കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഇതായതുകൊണ്ട് ഇത് മേടിച്ചിട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഹെയർ കെയർ റുട്ടീൻ കാണാം. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓയിലിംഗ് ആണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഓയിലിംഗ് ചെയ്യുന്നില്ല. പകരം നമ്മുടെ റോസ്മേരിയുടെ വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓയിലായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ റോസ്മേരി വാട്ടർ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു ഇൻവേഷൻ രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. നല്ലൊരു സ്കാൽപ്പ് മസാജ് നിങ്ങളുടെ സ്കാൽപ്പിന്റെ സർക്കുലേഷൻ ഇംപ്രൂവ് ആകാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലോണം തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലൊരു സ്കാൽപ്പ് മസാജ് കൊടുക്കാൻ നോക്കുക. എല്ലാ ദിവസവും സ്കാൽപ്പ് മസാജ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അത് വളരെയധികം നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മുടിയിൽ ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഇങ്ങനെ തന്നെ വെച്ച് ഇതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മുടി വാഷ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് റൂട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ നല്ലോണം തന്നെ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സ്കാൽപ്പില് അഴുക്കോ ഓയിലോ അങ്ങനെ എന്തെങ്കിലും കെട്ടിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്കാൽപ്പില് ബിൽഡപ്പ് ഉണ്ടാകുകയും ഡാൻഡ്രഫും അതുപോലെ തന്നെ ഹെയർ ഫോൾ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ സ്കാൽപ്പ് എപ്പോഴും തന്നെ നിങ്ങൾ ക്ലീൻ ആക്കി തന്നെ വെക്കുക കേട്ടോ. പിന്നെ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് അങ്ങനെ സഡൻ ആയിട്ട് അങ്ങനെ ഒന്നും പെട്ടെന്ന് പോകത്തൊന്നുമില്ല. അപ്പൊ നമ്മൾ മെല്ലെ മെല്ലെ ഗ്രാജുവലി അതിനെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെപ്പർമെന്റ് യൂസ് ചെയ്യണത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നല്ല മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കപ്പിൽ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഷാമ്പു ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ സ്കാൽപ്പ് നമ്മുടെ ഹെയർ വാഷ് ചെയ്യാനുള്ള ഷാമ്പു ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 to 3 ഡ്രോപ്സ് പെപ്പർമെന്റ് ഓയിലാണ് ആഡ് ചെയ്യേണ്ടത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ജസ്റ്റ് 1 ഡ്രോപ്പിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. 1 ഡ്രോപ്പ് മാത്രം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾ പ്രോഗ്രസീവ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ടൈമിൽ ചേഞ്ച് ചെയ്ത് അതിന്റെ ഒരു അളവ് ക്വാണ്ടിറ്റി കൂട്ടിയെടുത്താൽ മതി. അപ്പൊ ഞാനിപ്പോ ഈ ഒരു പെപ്പർമെന്റ് എന്ന് പറയുന്നത് ഞാൻ 2 to 3 ഡ്രോപ്സ് എടുക്കുന്നുണ്ടേ. കറക്റ്റ് 3 ഡ്രോപ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു എസെൻഷ്യൽ ഓയിൽ എടുക്കുന്ന സമയത്ത് അത് അപ്പൊ തന്നെ ക്ലോസ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഞാൻ എസെൻഷ്യൽ ഓയിൽ എടുത്തിട്ട് നല്ലോണം തന്നെ ഈ കപ്പിനകത്തുള്ള നമ്മുടെ ഒരു സോപ്പ് സൊല്യൂഷൻ പതപ്പിച്ചെടുക്കണം. ആ പതയാണ് നമ്മുടെ സ്കാൽപ്പിൽ തേക്കേണ്ടത്. ഞാനിപ്പോ ഇവിടെ നിന്ന് തേക്കുന്നില്ല, വാഷ്റൂമിൽ ചെന്നിട്ട് തേച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യുന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല ആൾക്കാരും ചിലപ്പോൾ ഡയറക്റ്റ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഇങ്ങനെ നിന്ന് വെള്ളം ഒഴിച്ച് ഷാമ്പു ചെയ്യായിരിക്കും ചെയ്യാം. അത് ശരിക്കും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങളുടെ ഷാമ്പു ബോട്ടിലാണെങ്കിലും കണ്ടീഷണർ ബോട്ടിൽസും പ്രത്യേകം എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ കണ്ണുമായിട്ട് കോണ്ടാക്ട് വരാൻ പാടില്ല എന്നുള്ളത്. അത് പല ഹെയർ കെയർ പ്രൊഡക്ട്സിലും അവർ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. സോ നിങ്ങൾ അങ്ങനെ കഴുകുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണിന് ഡാമേജ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൽ ഫേഷ്യൽ ഹെയർസ് കുറച്ച് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടും കാരണമാകും കേട്ടോ. അപ്പൊ അത് എനിക്കൊരു ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞു തന്നാണ്. എനിക്ക് കുറച്ച് ഫേഷ്യൽ ഹെയറിൽ കൂടുതലായിട്ട് ഉണ്ടായ സമയത്ത് ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച സമയത്ത് ആ ഒരു മേഡം പറഞ്ഞതാണ് നമ്മുടെ ഹെയർ വാഷിംഗ് റുട്ടീന് നമുക്ക് ഫേഷ്യൽ ഹെയർ ഉണ്ടാകാൻ കാരണമാകാറുണ്ട്. സോ അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ മുന്നോട്ടേക്ക് ഇട്ടിട്ട് തന്നെ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഹെയർ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം.
സോ ഞാനൊന്ന് ഹെയർ വാഷ് ചെയ്യട്ടെ. അപ്പൊ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. വാഷ്റൂം നമ്മളിതിന് മുന്നേ കാണിച്ചിട്ടുള്ളതാണ് ഹെയർ വാഷ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കണ്ടീഷണറും മാസ്കും ഉപയോഗിച്ചിട്ടാട്ടോ കഴുകാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് അങ്ങനെ കണ്ടീഷണറും മാസ്കും ഒക്കെ ഇട്ട് കഴിയിട്ട് കുറച്ച് ദിവസമായില്ല. അപ്പൊ നമ്മളൊരു വീക്കിലി വൺസെങ്കിലും ഒരു കണ്ടീഷണർ ഒരു മാസ്ക് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഹെയർ നല്ലോണം തന്നെ ഒരു മോയ്സ്ചർ ലോക്ക് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പൊ ഒരു ആഴ്ചയിൽ ഒന്നെങ്കിലും കണ്ടീഷണറും മാസ്കും ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, ഞാനിന്ന് ഹെയർ വാഷ് ചെയ്തിട്ട് വരാവേ. അങ്ങനെ തല നല്ലോണം തന്നെ വാഷ് ചെയ്തു കേട്ടോ. ഈ നമ്മുടെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന ടൈമിൽ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇത് നല്ലോണം തന്നെ ഡൈലൂട്ട് ചെയ്ത് കോൺസെൻട്രേറ്റർ ആക്കി തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് നല്ല വൃത്തിക്ക് തന്നെ സ്കാൽപ്പിൽ നിന്ന് അത് വാഷ് ചെയ്ത് കളയുക, ഹെയറിൽ നിന്ന് വാഷ് ചെയ്ത് കളയുക കേട്ടോ. അത് ചെറിയ ചെറിയ പത പോലെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആകണ വരെ നല്ലോണം തന്നെ ഹെയർ വാഷ് ചെയ്യുക കേട്ടോ. ഞാൻ ഈ ഒരു മുടി ഇപ്പം ഹെയർ ഡ്രയർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഫാനിന്റെ ചോട്ടിൽ തന്നെ ഇരുന്ന് ഒന്ന് ഉണക്കി എടുക്കുകയാണ്. ഉണക്കി എടുത്തിട്ടാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മുടി ഒന്ന് ഉണക്കി എടുക്കാം.